AC എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ MP3 പോലെ തന്നെ ഒരു ലോസി ആയിട്ടുള്ളൊരു കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റാണ്. 1997 ഡിസംബറിലാണ് AC ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പേ ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ട്, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട്. കാരണം MP3ക്ക് ബദലായിട്ടൊരു സാധനം വേണമല്ലോ എന്നുള്ള രീതിയിൽ AT&T, ഡോൾബി, സോണി, പിന്നെ ഫ്രോൺഹോഫേഴ്സ്, അതായത് MP3 ഉണ്ടാക്കിയവർ, ഇപ്പോൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് AC ആദ്യകാലങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് നോക്കിയ, LG, പാനസോണിക്, JVC, ഫിലിപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയും കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട് ഫർദർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഓഡിയോ വീഡിയോ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഈ AC ഓഡിയോയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. മോഡേൺ ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ്, സ്പോട്ടിഫൈ, ജിയോ സാവൻ, ഗാന, യൂസ് ചെയ്യുന്ന ഗെയിമിംഗ് കൺസോളുകളുടെ ഒക്കെ എന്താ പറയുക ഡിഫോൾട്ട് ഓഡിയോ ഫോർമാറ്റുകൾ, നമ്മുടെ TWSന്റെ ഓഡിയോ ഫോർമാറ്റ്, ഇതെല്ലാം AAC ആണ്. വൈ AAC ഓവർ MP3 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MP3യേക്കാൾ വളരെ മികച്ച ഓഡിയോ കംപ്രഷൻ ഈ AACയുടെ അത് നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ കണക്കെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 256 KB/s വരുന്ന AAC ഓഡിയോ ഒരു 320 KB/s MP3നേക്കാളും സുപ്പീരിയർ ക്വാളിറ്റി തരും. അതുപോലെ AC ഒരു 8 kHz തൊട്ടിട്ട് 96 kHz വരെ നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. പക്ഷെ MP3 48 kHz വരെ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ MP3 സ്റ്റീരിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ AC എന്ന് പറയുന്നത് 48 ചാനൽസ് വരെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഇപ്പോൾ MP3 ഞാൻ പറഞ്ഞ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം വെച്ചാണ് കംപ്രസ് ചെയ്തത്. പക്ഷേ AAC എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ മേലെയുള്ളൊരു മോഡിഫൈഡ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ AACയിൽ 1024 സാമ്പിൾസ് ബ്ലോക്ക് സൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രിസൈസും എഫിഷ്യന്റും ആയിരിക്കും ഈ സംഭവം. പക്ഷേ MP3 എനിക്ക് തോന്നുന്നു 576+ സാമ്പിൾസ് ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ 16 kHz മുതൽ മേലോക്കുള്ള ഫ്രീക്വൻസീസ് ഒക്കെ MP3നേക്കാളും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ AAC ആണ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും MP3 കോമ്പീറ്റ് ചെയ്യാൻ AAC ആയിട്ട് ഒരു കോമ്പറ്റീറ്റർ പോലും അല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാറിയത്. അങ്ങനെ വന്നപ്പോൾ AAC ഒരു ഫോർമാറ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള, അതായത് എന്തായാലും MP3നേക്കാളും നല്ലത് AAC ആണല്ലോ, അപ്പോൾ ഇനി AAC ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ നോക്കിയ 2007 മുതൽ അവരുടെ ഫോണുകളിൽ AAC യൂസ് ചെയ്യുന്നുണ്ട്. സോണി പ്ലേസ്റ്റേഷൻ, സോണി എറിക്സിന്റെ ഫോണ്, ഇതിലൊക്കെ AAC ഇംപ്ലിമെന്റ് ചെയ്ത്. അതുപോലെ ആപ്പിൾ ഐട്യൂൺസിൻ്റെ അകത്ത് ഡിഫോൾട്ട് ഫോർമാറ്റ് അതിപ്പോഴും AAC തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ലോസ്റ്റസ് ഒക്കെ വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ AAC ആണ് ആപ്പിളിൻ്റെ ഡിഫോൾട്ട്, അതായത് ആപ്പിൾ മ്യൂസിക്കിൻ്റെ അവിടുത്തെ ഐട്യൂൺസിൻ്റെ ഒക്കെ ഡിഫോൾട്ട് ഫോർമാറ്റ്. പക്ഷേ ഇവരെല്ലാവരും ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് എന്നുണ്ടെങ്കിലും AAC ഭയങ്കര പെട്ടെന്നൊരു പോപ്പുലർ ഒന്നും ആയില്ല. അപ്പോൾ ഇതിന് പ്രധാന കാരണം MP3 എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഓൾറെഡി എല്ലാ ഡിവൈസുകളിലും വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് MP3 ഈസ് ഈസിലി ആക്സസബിൾ, പ്ലേബാക്കിന് നോർമലി കേൾക്കാനായിട്ട് അത് മതി എന്നുള്ളത് കൊണ്ട് MP3 ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ AACനെ ആരും അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ MP3 എന്നൊരു ഷിഫ്റ്റ് അത്ര പോസിബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അതായത് പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെ അകത്തും AC ആക്കാന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നില്ല. ഓൾറെഡി MP3 എല്ലാം കീഴടക്കി വെച്ചേക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ ഫോർമാറ്റ്സ്, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ WMA എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്, അന്ന് പോപ്പുലറാണ്. മൈക്രോസോഫ്റ്റിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോമ്പീറ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ 2017 അധികം വർഷങ്ങളായി എന്നാലും 2017 സമയത്തൊക്കെയാണ് AAC ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ലോസി ഓഡിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു 2017-2018 സമയത്താണ് ഓൾമോസ്റ്റ് ഈ സ്ട്രീമിംഗ് സർവീസുകളൊക്കെ, അതായത് MP3യിൽ റൺ ചെയ്തിട്ടിരുന്ന സ്ട്രീമിംഗ് സർവീസുകളൊക്കെ AACയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നത് ആ സമയത്താണ്. ജിയോ സാവൻ, അതുപോലെ ഒരു രാഗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ പ്ലാറ്റ്ഫോം, അതുപോലെ MP3 യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോംസ് എല്ലാം സ്പോട്ടിഫൈയും ഈവൻ MP3 ആയിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം പണ്ട്. അതും AACയിലൊക്കെ സ്വിച്ച് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്താണ്. പിന്നെ പറയാനായിട്ടുള്ളത് AACൻ്റെ ഈ ഫയൽ ഫോർമാറ്റ്സുകളാണ്, എക്സ്റ്റൻഷൻസ്. AACൻ്റെ മെയിൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .AAC ആണ്. അതുപോലെ തന്നെ 3GP ഫയൽസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തും AAC ഓഡിയോ വരുന്നുണ്ട്. അതുപോലെ M4A എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും. AACയുടെ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് M4A ആണ്. അപ്പം ഈ AACയുടെ പ്രൊഫൈൽസ് നോക്കാം. ഈ AACക്ക് കുറേ പ്രൊഫൈൽസ് ഉണ്ട്. അത് എല്ലാം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വീഡിയോ എങ്കിലും വേണ്ടി വരും. അതിന് മാത്രം AAC
പ്രൊഫൈൽസ് ഉണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഫൈൽസുകളെ പറ്റിയിട്ട് പറയാം. ഇതാണ് കോമൺലി എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് AAC LC എന്നാണ്. LC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോംപ്ലക്സിറ്റി എന്നാണ്. അപ്പോൾ ഇത് വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു പ്രൊഫൈലാണ്. ഫയൽ സൈസ്, ഓഡിയോ ക്വാളിറ്റി, ഇതിന്റെ രണ്ടിന്റെ ഫയൽ സൈസ് കുറച്ചുണ്ട്, നല്ല ഒരു ക്വാളിറ്റിയിൽ ഇതൊരു ബാലൻസ് ചെയ്ത് നിർത്തി കൊണ്ടുപോകുന്നൊരു പ്രൊഫൈലാണ് ഈ AAC LC എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AAC ഫോർമാറ്റിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഓഡിയോസ് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് പ്ലേ ബാക്ക് ചെയ്യുക, ഒരു ബാക്കപ്പ് പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ് AAC LC എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് HEAAC എന്ന് പറയുന്നത്. അതിൽ HE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എഫിഷ്യൻസി എന്നാണ്, അല്ലെങ്കിൽ ഇതിനെ AAC പ്ലസ് എന്നും പറയും. അപ്പോൾ ഇവിടെ ബിറ്റ് റേറ്റ് മാക്സിമം കുറച്ച് ആ ക്വാളിറ്റി മാക്സിമം കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ കംപ്രഷൻ കൂട്ടുന്നു, എന്നാൽ ക്വാളിറ്റിക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. മാക്സിമം ക്വാളിറ്റി, ലോവർ ബിറ്റ് റേറ്റ്, അതാണ് HEAAC കൊണ്ടിട്ട് കണക്കാക്കുന്നത്. HEAAC എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ട്രീമിംഗ് സർവീസുകൾ, അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ പർപ്പസുകളൊക്കെ ഉണ്ടല്ലോ. ബിറ്റ് റേറ്റ് കുറച്ച് ക്വാളിറ്റി കുറയാതെ ബിറ്റ് റേറ്റ് കുറച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അത് കോമൺലി സ്ട്രീമിംഗ് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഈ HEAAC എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HEAAC വേർഷൻ 2 കൂടെ ഉണ്ട്. പക്ഷെ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അത്ര സ്റ്റേബിൾ അല്ല. ചില സമയത്ത് ചില ഇൻസ്ട്രുമെന്റ്സ്, ചില ഫ്രീക്വൻസീസ് ഒക്കെ ഓഡിയോ ക്വാളിറ്റി കുറഞ്ഞ് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് AAC LD ആണ്. LD സ്റ്റാൻഡ്സ് ഫോർ ലോ ഡിലേ. അപ്പൊ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിംഗ് ഉണ്ടല്ലോ, വോയിപ്പ് കോൾസ്, ഇന്റർനെറ്റ് കോൾസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ LD എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഡിലേ കുറക്കുക, പെട്ടെന്ന് തന്നെ എൻകോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഡീകോഡ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിക്കുന്നത്. ഇതിന് ഓഡിയോ ക്വാളിറ്റിയും ബിറ്റ് റേറ്റും എല്ലാം വളരെ കുറവായിരിക്കും. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് തന്നെ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ കേൾക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസിന് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രൊഫൈലാണ്. അപ്പോൾ ഈ പ്രൊഫൈൽസിൽ AAC LC ആണ് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ. ഓൾമോസ്റ്റ് AAC സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും AAC LC പ്ലേ ബാക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ HE വേർഷൻ 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഫൈൽസ് ഉണ്ടല്ലോ, അത് ചില പഴയ ഡിവൈസുകളൊക്കെ ഉണ്ട്. പഴയ ഡിവൈസുകൾ AAC സപ്പോർട്ട് ചെയ്യുന്നതാണ്, പക്ഷേ അത് പഴയതാണ്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസുകളിലൊക്കെ ഈ പറഞ്ഞ HE വേർഷൻ 2 ഒന്നും മേ ബി പ്ലേ ബാക്ക് ഉണ്ടാകണമെന്നില്ല. പിന്നെ മോഡേൺ ഡിവൈസുകളും മോഡേൺ പ്ലേ ബാക്ക് സിസ്റ്റംസിലൊന്നും ഈ പ്രശ്നങ്ങളില്ല. കാരണം അതിലെല്ലാത്തിലും എല്ലാ പ്രൊഫൈൽസും പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി AACന്റെ കുറച്ച് എൻകോഡേഴ്സിനെ പറ്റിയിട്ട് പറയാം. ആപ്പിളിൻ്റെ AAC എൻകോഡർ ഉണ്ട്, അല്ലെങ്കിൽ QAAC എന്നാണ് ഇതിനെ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് AAC ഈ QAAC എൻകോഡറാണ്. ഇത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുള്ളൊരു എൻകോഡറാണ് AACയുടെ. ആപ്പിളിൻ്റെ ക്വിക്ക് ടൈം ലൈബ്രറി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു AAC എൻകോഡറാണ് ഈ പറഞ്ഞ QAAC. നേരത്തെ പറഞ്ഞ 356 kbps എൻകോഡ് ചെയ്താലും 256 kbps എൻകോഡ് ചെയ്താലും MP3 320 kbps ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു എൻകോഡർ കൂടിയാണ് QAAC. ഈ ആപ്പിൾ മ്യൂസിക് അല്ലെങ്കിൽ iTunes ഇതിൻ്റെയൊക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ QAAC എന്ന് പറയുന്നിട്ടുള്ള ഈ എൻകോഡറാണ്. പക്ഷേ ഇതൊരു പ്രൊപ്രൈറ്ററി എൻകോഡറാണ്, ഫ്രീ ഒന്നും അല്ല. പിന്നെ ഉള്ളത് ഫ്രണ്ട്ഹോഫേഴ്സിന്റെ തന്നെ FDK AAC ആണ്. ആപ്പിളിന്റെ QAAC കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി തരുന്ന എൻകോഡർ എന്ന് പറയുന്നത് ഈ ഫ്രോൺഹോഫേഴ്സ് FDK AAC ആണ്. അത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ 256 ആണെന്നുണ്ടെങ്കിൽ 320 അത്രയൊക്കെ എത്തും. അതായത് MP3 320 kbps ആ ഒരു ക്വാളിറ്റിയൊക്കെ തരുന്ന ഒരു എൻകോഡറാണ് ഈ FDK AAC എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൺ സോഴ്സ് എൻകോഡറാണ്. ഈ പറഞ്ഞ യൂട്യൂബ്, ജിയോ, സാവനൊക്കെ യൂസ് ചെയ്യുന്ന AAC എൻകോഡർ. കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് FDK AAC ആണ്. പിന്നെ ഉള്ളത് ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നെറോ AAC ആണ്. അത് നെറോ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന അവരുടെ ഒരു AAC എൻകോഡറാണ്. ദിസ് ഈസ് സിമിലർ ടു ഫ്രണ്ട്ഹോഫേഴ്സ് FDK. ക്വാളിറ്റി വൈസ് ആയാലും എല്ലാം ഈ FDK AAC-യുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു കോഡൊക്കെയാണ്. പക്ഷേ FDK ഉള്ളത് കൊണ്ട് ഇതാരും കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇതും ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. FDK ഉണ്ടല്ലോ, അതുകൊണ്ട് നെറോ വേണ്ട, അതുകൊണ്ട് അത്ര പോപ്പുലർ അല്ല. ബട്ട് സ്റ്റിൽ ഗാന യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത് ഈ പറഞ്ഞ നെറോ AAC ആണ് ഗാന യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. എനിക്കിപ്പോഴും അത് തന്നെയാണോന്ന് അറിയില്ല, ബട്ട് പണ്ടൊക്കെ നെറോ AAC ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് വേഴ്സ്റ്റ് AAC എൻകോഡർ എന്ന് പറയുന്നത് FFmpegന്റെ തന്നെ നേറ്റീവ് AAC എൻകോഡറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് AAC LC മാത്രമേ എന്താ പറ്റുള്ളൂ. HEAAC എന്നതിൻ്റെ അത് സപ്പോർട്ടഡ് അല്ല. പിന്നെ FFmpeg യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ നേറ്റീവ് AAC അങ്ങനെ ഉപയോഗിച്ച് എൻകോഡ് ചെയ്യാറില്ല. FFmpegൽ തന്നെ ഈ FDK, നേരത്തെ പറഞ്ഞ FDK
FDK ഫ്രണ്ട് ഹോഫേഴ്സിന്റെ ഇതുണ്ടല്ലോ, അതും ഓപ്പൺ സോഴ്സ് ആണ്. FFmpeg-ആയിട്ട് ഇത് ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവരും ആ FDK AAC ആണ് യൂസ് ചെയ്യാറുള്ളത്. ഈ നേറ്റീവ് AAC അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം ഇതിന് ക്വാളിറ്റി, ഇത്രയും പറഞ്ഞ AAC എൻകോഡേഴ്സിന്റെ അത്രയൊന്നും നല്ല ക്വാളിറ്റി ഇതിന് ഇത് തരില്ല. അപ്പോൾ AAC എൻകോഡറിനെ പറ്റിയിട്ട് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. MP3 പോലെ തന്നെ മറ്റൊരു ഓഡിയോ ലോസി ഫോർമാറ്റാണ് AAC. പക്ഷേ MP3-നേക്കാളും സുപ്പീരിയർ ആണ്. MP3-യേക്കാളും നല്ല കംപ്രഷനും നല്ല എഫിഷ്യൻറ്റും ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് AAC.